സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നത്. ഒമ്പതാം ക്ലാസ്സുകാരനായ സഹപാഠിയുടെ തല അടിച്ചു പൊട്ടിച്ച കൂട്ടുകാർ. പോലീസ് അറസ്റ്റ് ചെയ്തത് 7 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ. സിനിമാ കഥയല്ല, മലപ്പുറം വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത്. 7 പേരെയും ഇപ്പോൾ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. കാണാം ക്രൈം സീൻ. വ്യാഴാഴ്ച രാവിലെയാണ് അക്രമം നടന്നത്. അതും സ്കൂളിനകത്ത് വെച്ച് തന്നെ. മുഹമ്മദ് ഹർഷിദിനെ സഹപാഠിയായ ഒരു വിദ്യാർത്ഥി സ്കൂളിൻ്റെ സ്റ്റെയർകേസിന് സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അയാളെ കാത്തു നിൽക്കുകയായിരുന്ന 15ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. യഥാർത്ഥത്തിൽ ആൾക്കൂട്ട മർദ്ദനം തന്നെയായിരുന്നു അവിടെ നടന്നത്. തല പിടിച്ച് ഭിത്തിയിലിടിച്ചു, നിലത്തിട്ട് ചവിട്ടി. മർദ്ദനത്തിൽ ബോധം പോയ മുഹമ്മദ് ഹർഷിദിനെ അധ്യാപകർ ചേർന്നാണ് ആശുപത്രിയിലെത്തിക്കുന്നത്. ഒരു 9ാം ക്ലാസ്സുകാരനെ സഹപാഠികൾ ചേർന്ന് മർദ്ദിച്ച് ബോധം കെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത എത്രത്തോളമായിരുന്നുവെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? മർദ്ദനത്തിൽ സാരമായി തന്നെ മുഹമ്മദ് ഹർഷിദിന് പരിക്കേറ്റു. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി. ആ കുട്ടി ഇപ്പോൾ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലഡ് കോട്ടിങ് വന്നിട്ടുണ്ട്. 3 വന്നിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അവർ ICUക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അപസ്മാരം ചിലപ്പം ഇവിടെ കിടക്കുമ്പോൾ അപസ്മാരം വരിക, എന്തെങ്കിലും സിറ്റുവേഷൻ മോശമായി വരും. അപ്പോൾ നമ്മൾ ICUക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവച്ചതിനാണ് മർദ്ദനമെന്നാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത്. സംഭവത്തിൽ 7 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്കുമേൽ വധശ്രമത്തിനെതിരെയുള്ള വകുപ്പുകളും ചാർത്തിയിട്ടുണ്ട്. കൽപ്പകഞ്ചേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കോണി സ്റ്റെപ്പ് ഉണ്ട്, അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവനെ കൊണ്ടുപോകണത്. അവിടെ ചെന്നപ്പോൾ വേറെ കുട്ടികളൊന്നും കണ്ടില്ല. പിന്നെ ഗ്യാങ്ങായിട്ട് കുറേ കുട്ടികൾ വന്നുകൊണ്ട് ഇവനൊന്നും പറയണതിന് മുന്നേ തന്നെ അവനെ വയറിന് കുത്തിയാലോ. ഫസ്റ്റ് വയറിന് കുത്തി. പിന്നെ മറ്റുള്ള കുട്ടികളെ എടുത്തുനിന്ന് അതുപോലെ തന്നെ വന്നിക്കണ്. പിന്നെ ഒരു ചെക്കന് പിന്നെ ബാക്കിൽ പിടിച്ച് തള്ളിയത് നേരെ ചുമരിന് പോയിട്ട് അവൻ്റെ തല വെച്ചടിച്ച്. അപ്പം തന്നെ അവന് താഴെ കുഴഞ്ഞു വീണ് അവിടെ ഇട്ടിട്ട് ചവിട്ടണത് കണ്ടിട്ടാണ് മാഷ് വന്നിക്കണത്. ഇവർ പിന്നെ അവന് ബോധം പോയതാണ്. അത് മാഷ് കണ്ടപ്പോൾ കുട്ടികൾ മുഖത്ത് വെള്ളം തളിക്കണമൊക്കെ കാണുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. അവൻ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഇല്ല. പക്ഷെ അവർ പറഞ്ഞത് അവന് വാപ്പയ്ക്ക് വിളിച്ചിക്കണ്, ആ കുട്ടീൻ്റെ വാപ്പയ്ക്ക് വിളിച്ചിക്കണെന്നാണ് പറഞ്ഞത്. പക്ഷെ മോനൊപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഉമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ മുന്നേയാണ് അവർ ഇങ്ങനെയൊക്കെ കൂടി എല്ലാവരും കൂടി, ഒരാൾ മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ടായത് CCTVയിൽ കാണുമെന്ന് പറഞ്ഞു. സ്കൂളത്തെ CCTVൻ്റെ താഴെ നിന്നിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തായാലും ഉണ്ടാവും വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.